നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകികളും ആയിരിക്കുവിൻ. ഓർക്കണം, ഞാൻ അഭിമാനം കൊള്ളുകയാണ് മുനമ്പത്തെ ജനത്തെ ഓർത്ത്. ഒരു പ്രശ്നമുണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി. അവര് 3 വർഷമായി അവര് മൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർന്നും മൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷമായി അവർ ചെയ്യുന്നത് ശരിയാണ്. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നിയമം എന്ന് പറഞ്ഞിങ്ങനെ കീറാമുട്ടി പോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? നിയമം പഠിച്ചു. പിന്നീടാണ് രാഷ്ട്രീയം കീറാമുട്ടിയായി നിൽക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? രാഷ്ട്രീയക്കാരെ ശരിക്ക് അവർ കുത്തിയിളക്കി. മീഡിയ അനങ്ങാതെ നിന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? മീഡിയയെ അവർ കുത്തിയിളക്കി. നോക്ക്, 450ഓളം ലത്തീൻ കുടുംബങ്ങളും ഏതാണ്ട് 200ഓളം മറ്റ് സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളും ഒന്നിച്ച് കരുത്തോടെ നിലകൊള്ളുമ്പോൾ ഹിമാലയം പോലെ വന്നൊരു പ്രശ്നം ഇപ്പോ തീർച്ചയായും അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കാൻ. കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാറ്റിൽ മീനും മണക്കും. നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? അനം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ? ഇന്ന് വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ? കടൽ മീനാണോ? നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ? നീയാണോ ഞാനാണോ ആരാണോ? കേരളത്തിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഗന്ധത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുനർനിശ്ചയങ്ങൾ വേണ്ടിവരും. നിങ്ങളുടെ തന്നെ രക്ഷാകവചം വഹിക്കാൻ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ലമ്മ വളല്ലേ കട്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ലമ്മ വളല്ലേ കട്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. വഴിയെ പോകുന്ന ഏത് മനുഷ്യന്റെയും സ്വത്ത് തങ്ങളുടേതാണ് എന്ന് നിയമവിരുദ്ധമായി അവകാശപ്പെടാൻ കഴിയുന്ന വഖഫ് നിയമം മാറ്റി എഴുതിയേ മതിയാവൂ എന്ന് നിഷ്പക്ഷരായ സമൂഹം ഒരുപോലെ പറയുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. 1848 തുടങ്ങി ഞങ്ങളുടെ പൂർവ്വർ ഇവിടെ താമസിക്കുന്നു. ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് കോടതിയെല്ലാം കണ്ടെത്തി. പിന്നീട് അവര് പറഞ്ഞ പൈസ കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങി 34 വർഷമായി കണ്ടപ്പേര് പിടിച്ചു കിടക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫിന്റെ ഭൂമിയാണെന്ന് പറയുന്നു. സ്വത്തിനും ജീവനും സംരക്ഷണം തരുമെന്ന് പറഞ്ഞിട്ട് പോണ ആൾക്കാർ എന്താണ് ചെയ്യണത്? ഈ 35 വർഷം ഞങ്ങളുടെ കരം മേടിച്ച ആൾക്കാരെ ഏത് കോടതി കൊണ്ടിടും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെപ്പോലെ ഒന്നും ഞങ്ങൾക്ക് അധികാരമില്ല, പക്ഷെ ഞങ്ങളുടെ ഈ വിരൽത്തുമ്പിലൊരു അധികാരമുണ്ട്. ഐ ഡോണ്ട് കെയർ. പറയുന്നത് ശരിയാണെങ്കിൽ ഏത് നോക്കണം, ന്യായമാണ്. ഇത് നായരെ മുഖത്ത് വയ്ക്കും പറഞ്ഞുകൂടെ? അതിലെന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്?